അങ്ങനെ ഇതാ വീണ്ടും ജമലുനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ തന്നെയുള്ള ശ്വാസം മുട്ടലും കൊണ്ട്. ഇതുപോലെ പെട്ടെന്ന് ഇന്നലെ രാത്രി വന്നതാ, ചെറിയൊരു ജലദോഷവും ചുമയും. ഇന്ന് നല്ല ശ്വാസം കഴിയാണ്ട് കുറെ നേരം ഞാൻ നമ്മളെ വെന്റോളിൻ പഫെല്ലാം കൊടുത്ത് നോക്കി, കുറയുന്നില്ല, അധികം. അപ്പൊ ഇവിടെ അടുത്ത് നമ്മളെ വീടിന്റെ അടുത്ത് തന്നെ ഒരു ക്ലിനിക്കല്ല സി ക്ലിനിക്ക്, റിലീഫ് ക്ലിനിക്. അപ്പൊ ഇവിടെ വരെ ഇവിടെ ഒരു നല്ല ഡോക്ടർ ഉണ്ട് എന്നിട്ട് ഇതേക്ക് വന്നതാ. അപ്പൊ അവിടെ എത്തിയിട്ട് എന്നാ പറയുന്ന നോക്കട്ടെ. വീണ്ടും ഇതാ കുട്ടീനെ കൊണ്ട് ഈ ഒരു ക്ലിനിക്കിലെത്തിയ എങ്ങനെ ഏജ് 3.5. AZLIN അസ്ലിൻ. ഇപ്പൊ ഇവിടെ ഒരു ഡോക്ടറാണു, ഇപ്പൊ അയാളെ കാണിക്കുന്നു. ഇതമ്മോ അറിയോ? ഓക്കെ, സുഖയില്ല, അപ്പൊ അതിന്റെ ഒരു ഹാങ് ഓവർ അല്ല. പെട്ടെന്ന് അധികമാ. ക്ലിനിക് അപ്പൊ നെബുലൈസ് ചെയ്യണം. ഫാർമസിനെ മെഡിസിനൊക്കെ വാങ്ങിയിട്ട് അതായത് ഫാർമസിയിലേക്ക് പോവുകയാണ്. ഫാർമസി $650. അങ്ങനെ ഇതാ മെഡിസിനൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നെബുലൈസ് ഒക്കെ പിടിച്ച് എന്നിട്ട് ക്ഷീണത്തിലല്ല കേട്ടാ, വീണിട്ടാവില്ല. നെബുലൈസ് പിടിച്ചിട്ടും ക്ഷീണത്തിലല്ല, നല്ല ഉറക്കുണ്ട്. നോക്കെ പോവാ. ഇനിയിപ്പോ നാളെയും മറ്റന്നാളും നമുക്ക് വീട്ടിൽ നിന്ന് കൊടുക്കണം നെബുലൈസ്. ആ മെഡിസിനൊക്കെ ഉണ്ട്. വാ. അതെ അതെ. അങ്ങനെ അത് കഴിഞ്ഞ് ഇവിടെ അടുത്തായിട്ട് നല്ല സുഖല്ലേ ഈ ക്ലിനിക്ക്. ഞാൻ ഇപ്പൊ ഇത് കാണുന്നു, ഇത്ര അടുത്തല്ലേ. നല്ലൊരു ചെറിയ ഡോക്ടറാ, വിശദമായിട്ട് പറഞ്ഞ് ശ്വാസം മുട്ടൽ ഇങ്ങനെ വരുന്നതാണെന്നുണ്ടെങ്കിൽ ഹോമിയോനല്ലേ നല്ലതെന്ന് പറഞ്ഞു. നല്ലൊരു അഭിപ്രായം. സ്ഥിരമായിട്ട് ഇങ്ങനെ പോവാൻ വരെല്ലാം ചെയ്യണ്ടേ, അപ്പൊ അത് നടക്കൂലല്ലോ. ഇപ്പൊ കുറച്ചായിരുന്നു ഇങ്ങനെ വരാത്ത. നമ്മളെ നോമ്പിന് ഓർമ്മ ഉണ്ട് നിങ്ങൾക്ക്? പെട്ടെന്ന് എമർജൻസി കൊണ്ടുപോയി. അത് പക്ഷെ ഛർദി ആയിട്ടല്ലേനാ, ശ്വാസം മുട്ടലിപ്പോ കുറച്ചായിരുന്നു വരാത്ത. അത് പിന്നെയും വന്ന് മഴ കൊണ്ടിട്ടോ അങ്ങനെയാന്നറിയില്ലേ. എനിക്ക് തന്നെ നാട്ടില് വന്നപ്പം പോയ സൗണ്ടാ, ഇതുവരെ സൗണ്ട് ക്ലിയർ ആയിക്കില്ല. രാവിലെ ഒന്നും തീരെ ഇല്ല സംസാരിക്കാൻ. ഇനിയിപ്പോ 2 ദിവസം വീട്ടിൽ നിന്ന് നെബുലൈസ് ചെയ്യാം. അതിന്റെ മെഡിസിൻ തന്നിട്ടുണ്ട്, പിന്നെ കഫത്തിന്റെ എല്ലാം മരുന്ന് തന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് തിങ്കളാഴ്ച ഒന്നുകൂടി ഒരിടത്ത് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് കാണാൻ. അപ്പൊ പ്രതീക്ഷിക്കാണ്ട് ഓരോ സംഭവിക്കുന്നല്ലേ. ഒരു കുഴപ്പമില്ലാണ്ട് ഇന്നലെ രാത്രി വരെ കളിച്ച മോള, രാവിലെ എണീറ്റപ്പോ ഇതുപോലെയാണ്. ഇപ്പൊ നല്ല ഉറക്കില്ല, ഇതുവരെ കരച്ചില്ലേനു, ഇപ്പൊ ഉറങ്ങിപ്പോയി. ഇൻഷാ അല്ലാഹ് പിന്നെ ഒരു ദിവസം കാണാം.